ഞാൻ ഗൂഗിൾ ന്യൂസിൽ ഇപ്പം കുറച്ച് മുമ്പൊരു വാർത്ത കണ്ടു. എനിക്കൊന്ന് ഭയങ്കര സന്തോഷം തോന്നി. അത് അപ്പോൾ തന്നെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതാണ് ഞാനിപ്പോൾ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങുന്നത്. ഞാൻ വാർദ്ധക്യത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ വീഡിയോ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 65 വയസ്സുള്ള ഒരു അച്ഛനെന്ന് തന്നെ പറയാം, അങ്ങനെ പറയട്ടെ ഞാൻ. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ MA MA പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഇതിൻ്റെ ഹെഡിങ് കേട്ടപ്പോഴാണ് എനിക്കെന്ത് ഒരു രസം തോന്നിയതെന്ന് വെച്ചാൽ, പ്രായം കൂടുതലുള്ളപ്പോൾ ഇത് ഒരുപാട് പ്രായമായതിനു ശേഷം പഠിച്ചു കഴിഞ്ഞാലുള്ള ഒരു കാരണമെന്ന് വെച്ചാൽ അധ്യാപകരെ പേടിക്കണ്ട, അവർ തലത്തൊന്നും ഇല്ലല്ലോ, ഇല്ല അങ്ങനെ വഴക്കൊന്നും പറയത്തില്ലല്ലോ. അത് രസകരമായി. അപ്പോൾ അധ്യാപകരെ പേടിക്കുന്ന ആളുകളുണ്ടെങ്കിൽ പ്രായമായതിനു ശേഷം പഠിക്കാം. ഇപ്പം റിട്ടയർമെൻറ്റിന് ശേഷമൊക്കെ നമുക്കിതെല്ലാം ആവും. ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പം അതിലും എനിക്ക് ഇത് പറയാനുള്ളത് എന്താണ്, നമുക്ക് ഈ ഒരു ടൈമിൽ നമ്മൾ ഒറ്റപ്പെടുന്നു, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനൊന്നും ഇല്ല എന്നുള്ള സമയത്തൊക്കെ നമുക്ക് ഇതൊക്കെ ചെയ്യാവുന്നതാണ്, പഠിത്തം തുടരാവുന്നതാണ്. അതാണ് അദ്ദേഹത്തിന് പറഞ്ഞ ഓർമ്മ നിൽക്കുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ ഓർമ്മ നിൽക്കാത്തതുകൊണ്ട് അദ്ദേഹം പാട്ടിൻ്റെ രൂപത്തിലാണ് എഴുതി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ നല്ലൊരു ആശയമാണ്. പഠിത്തം എപ്പോഴും ഒരു ഹരമായി എടുത്തു കഴിഞ്ഞിട്ടുണ്ടല്ലോ ജീവിതത്തിൽ ഭയങ്കര സന്തോഷം. ഞാനിപ്പോൾ എല്ലാ കാര്യത്തിലും ഞാൻ എൻ്റെ കാര്യം അങ്ങ് പറഞ്ഞാൽ ഞാൻ അങ്ങനത്തെയാണ് ഇങ്ങനത്തെയാണ് വലിയ സംഭവമെന്ന് പറയുന്നതല്ല. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു തരുന്നത് എന്തിനാണെന്നറിയാമോ? ഇത് കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ മനസ്സിൽ കാണും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. പക്ഷേ മടി മൂലം അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് കരുതും എന്നൊക്കെ കരുതിയിട്ട് മടി പിടിച്ചിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കെല്ലാം ഞാൻ വലിയ ഒരു സപ്പോർട്ട് തരികയാണ് ഇതുവഴി. അതാണ് ഞാനിങ്ങനെ പറയുന്നത്. നമ്മൾ എത്ര വേണമെങ്കിലും നമ്മൾ പഠിക്കും, പഠിച്ചുകൊണ്ടേയിരിക്കും. നല്ല രസമുള്ള കാര്യമാണ് പഠിത്തം എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഠിച്ചുകൊണ്ടേയിരിക്കുക, ഓരോ കാര്യങ്ങൾ അറിയുക. അറിവ് നേടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അറിവുള്ളവരെ എപ്പോഴും സമൂഹം മാനിക്കും, അതൊരു വലിയ കാര്യമാണ്. പിന്നെന്താണ്, നമുക്ക് അറിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ സംസാരിക്കാനും പറ്റും, മറ്റുള്ളവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും പറ്റും, അല്ലേ? അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഒരു പ്രായമായി ഇനി എന്തോ പഠിത്തം എന്നൊക്കെ ചോദിക്കും. എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, വയസ്സാം കാലത്ത് ഇനി എന്തോ പഠിക്കാൻ ചോദിക്കാനടുത്ത് ഞാൻ പറഞ്ഞു, എന്ത് പഠിക്കുന്നതിന് അതിന് പ്രായമുണ്ടോ? പഠിക്കുന്നതിന് പ്രായമൊന്നും ഒരു തടസ്സമല്ല. ഈ തുല്യതാ പരീക്ഷ എത്ര പ്രായമുള്ള അമ്മൂമ്മമാരൊക്കെ പരീക്ഷ എഴുതി പാസ്സായേക്കുന്നു. ഞാൻ പിന്നെ വേറെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് പണ്ട്, ഇത് നമ്മൾ അക്ഷയ വഴി ഒരു കമ്പ്യൂട്ടർ വിജ്ഞാന പരിപാടി പോലെ നടത്തിയിരുന്നു. അപ്പോൾ അന്ന് ഒരുപാട് ആളുകൾ എന്ന് വെച്ചാൽ ഈ തൊഴിലുറപ്പിന് പോകുന്നവർ അവർക്ക് മസ്റ്റായിട്ട് ഇതിന് പോകണമെന്നുള്ള ഒരു നിബന്ധന വന്നതുകൊണ്ട് ഇവർ കമ്പ്യൂട്ടർ പഠിക്കാൻ വരും. നമുക്കറിയാവുന്ന ആൾക്കാർ, നമ്മുടെ വലിയ കാര്യമുള്ള ആളുകളൊക്കെയാണ്. അപ്പോൾ വന്നിട്ട്, മോളെ ഞങ്ങൾക്കൊന്ന് ഇതൊന്ന് പഠിപ്പിച്ചതാ, അല്ലെങ്കിൽ ശരിയാവത്തില്ല, തൊഴിലുറപ്പിന് കയറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അപ്പോൾ നമ്മളെന്താണ്, അവരുടെ ഒരു പേടി മാറ്റി. ഞാനും ഇപ്പോൾ ആദ്യമേ കമ്പ്യൂട്ടർ പഠിക്കാൻ പോയ സമയത്ത് ഇതെന്തൊരു സാധനം, മൗസിലൊക്കെ ഒന്ന് തൊടുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ചമ്മലായിരുന്നു, വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. പക്ഷെ പിന്നീട് എന്താണ്, ഒരു മൗസിൻ്റെ ഒരു ബാലൻസ് വേണമല്ലോ. അതൊക്കെ ആയിക്കഴിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഇത്രയുള്ള കാര്യം. അപ്പോൾ ആദ്യമേ ഉള്ള ഒരു പേടിയും ഒരു ചമ്മലും ഒക്കെ ഉള്ളു. പിന്നീട് അങ്ങോട്ട് പഠിക്കാൻ തുടങ്ങി നിങ്ങളൊക്കെ ആരൊക്കെയായി മാറുമെന്നൊന്നും പറയാൻ പറ്റില്ല, മനസ്സിലായോ? നിങ്ങൾ ലോകം അറിയപ്പെടുന്ന വ്യക്തികളായി മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളായിട്ട് അല്ലെങ്കിൽ നമ്മളായിട്ട് ആ ഒരു ചാൻസ് വെറുതെ കളയരുത്. എല്ലാവരുടെയും ഉള്ളിൽ നല്ല ഒരു മനസ്സുണ്ട്, എല്ലാം സ്വീകരിക്കാനും തയ്യാറായിട്ടുള്ളൊരു മനസ്സ്. അത് ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ സ്വീകരിക്കാനുള്ള മനസ്സാക്കി മാറ്റും. അങ്ങനെ ജീവിതത്തിൽ പുതിയ പുതിയ മേഖലകളിലേക്ക് പോകൂ, പുതിയ പുതിയ ആശയങ്ങൾ കണ്ടെത്തൂ. അങ്ങനെ ജീവിതം മുഴുവൻ വിജയമുള്ളതായി മാറട്ടെ, ആളുകൾ അംഗീകരിക്കുന്ന ഒരു വ്യക്തിയായി മാറട്ടെ. നിങ്ങളെ കണ്ട് വരുന്ന തലമുറകൾ പഠിക്കുവാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവട്ടെ. ഇപ്പം നമ്മൾ ഇന്നസെൻ്റ് അറിയാമല്ലോ, അദ്ദേഹം മരിച്ചുപോയി. ഇന്നസെൻ്റ് എഴുതിയ കുറേ കഥകളൊക്കെ ഉണ്ട്. അതൊക്കെ കുട്ടികൾക്ക് പഠിക്കാൻ വന്നിട്ടുണ്ട് പാഠപുസ്തകത്തിൽ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, അതൊരു വലിയ കാര്യമില്ല. അപ്പോൾ ഇത്തരത്തിൽ നമ്മളുടെ ഉള്ളിൽ പല
വാസനകളും ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി അങ്ങോട്ട് ഇറങ്ങിത്തിരിക്കുക. ബാക്കി പിന്നീട് വരുന്നിടത്ത് വെച്ച് കാണാം. ആരും നമ്മളേതായാലും തൂക്കിക്കൊല്ലത്തൊന്നും ഇല്ല, ജയിലിലും പിടിച്ചിടത്തില്ല. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒപ്പിക്കില്ലെന്നേ ഉള്ളൂ. പഠിക്കുന്നത് ഇഷ്ടമുള്ള പോലെ. പിന്നെ ചിലർക്ക് നമ്മളെ കളിയാക്കാനുള്ള ടെൻഡൻസി വരും. അത് വേറൊന്നും കൊണ്ടല്ല നമ്മളെ കളിയാക്കുന്നത്, അവർക്കത് കഴിയുന്നില്ല. അവർക്കത് കഴിയാത്തത് കൊണ്ട് അവർക്ക് ഉള്ളിലൊരു എടാ എനിക്കത് ചെയ്യാൻ പറ്റില്ല, ഇത്ര നാളൊന്നും ഇതാണ്ട് അവളത് ചെയ്ത് അയ്യേ എന്ന് കളിയാക്കും. നിനക്ക് നാണമില്ലേ എന്നൊക്കെ ചോദിക്കും. അതെന്താണ്? അവരവരുടെ കഴിവുകേടിനെ മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കുന്ന കുറേ കൊനഷ്ടാണത്, അല്ലാതെ ഒന്നുമല്ല. അതുകൊണ്ട് പഠിക്കാൻ എപ്പോൾ വേണേലും പഠിക്കുക, എത്ര വേണേലും പഠിക്കാം. ഓക്കെ. അതുകൊണ്ട് പഠിത്തം എന്ന് പറയുന്നത് ഒരു എയിമായിട്ട് എടുത്ത് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. പലപ്പോഴും നമ്മളെ അത് പല സാഹചര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാനും സഹായിക്കും. ഓക്കെ.